നമസ്കാരം. മണിക്കൂറുകൾക്ക് മുമ്പ് എയർഫോഴ്സ് വണ്ണിൽ ഇരുന്ന് ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇറാനുമായി ചർച്ചയുടെ രൂപത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് നാളെ ഉച്ചയ്ക്ക് ആരംഭിക്കും. എങ്ങനെ മുന്നോട്ട് പോകും എന്ന് കണ്ടറിയാം. എനിക്ക് ഒരു ധാരണയിൽ എത്താനാണ് താല്പര്യം. ആളുകളെ കൊല്ലാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. യുദ്ധമുണ്ടായാൽ അനേകം ജീവനുകൾ നഷ്ടപ്പെടും. നിർണായകമായ ചർച്ച ഇറാനുമായി പുനരാരംഭിക്കുകയാണ് എന്നാണ് ട്രംപിൻ്റെ ഈ വാക്കുകളിലെ വെളിപ്പെടുത്തൽ. അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിന് ശേഷം ആരംഭിച്ച യുഎസിൻ്റെ ഇറാൻ ആക്രമണം പിന്നീട് കടുത്ത യുദ്ധത്തിലേക്ക് തന്നെ നയിക്കപ്പെടും എന്ന ആശങ്കയിലേക്കാണ് ലോകത്തെ എത്തിച്ചത്. ഒടുവിൽ ഈ വാരത്തിൽ ശക്തമായ ആക്രമണവും ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ ആ ആക്രമണ ഭീഷണി ട്രംപ് അധികം മുന്നോട്ട് കൊണ്ടുപോയില്ല. ഈ വാരത്തിൽ തന്നെ ആക്രമണം പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ അതിൽ നിന്നും മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള കനത്ത സൈനിക നടപടി എന്ന് ട്രംപ് പ്രഖ്യാപിച്ച ആ ഭീഷണിയിൽ നിന്ന് പൊടുന്നനെ പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നാലെ ചർച്ച എന്ന പ്രഖ്യാപനത്തിലേക്ക് ട്രംപ് തന്നെ എത്തുകയും ചെയ്യുന്നു. ട്രംപിൻ്റെ ഈ പുതിയ ഭീഷണിയും അസാധാരണമായ പിന്മാറ്റവും എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താം. നടന്ന കാര്യങ്ങൾ നോക്കിയാൽ ഒരു കാര്യം ഉറപ്പ് തന്നെയാണ്: മുഖം രക്ഷിക്കാനുള്ള രാഷ്ട്രീയ വിശദീകരണം മാത്രമാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത് എന്നത്. കാരണം ട്രംപ് ആദ്യം പ്രഖ്യാപിച്ച അതേ ആത്മവിശ്വാസത്തിൽ പിന്നീട് മുന്നോട്ട് പോകാൻ അമേരിക്ക തയ്യാറായില്ല എന്നതാണ് വസ്തുത. ഈ പിന്മാറ്റത്തിന് ഒപ്പം ട്രംപ് പറയുന്നത്, എന്നോട് ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങൾ പിൻവാങ്ങുന്നു എന്നാണ്. എന്നാൽ ഇതിന് കാരണമായി നിരവധി ഘടകങ്ങൾ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ 5 കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഇറാൻ്റെ ഉറച്ച നിലപാടാണ്. ഏത് പ്രതിസന്ധിയിലും തങ്ങൾ കീഴടങ്ങില്ല എന്ന ഉറച്ച നിലപാട്. അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ പ്രതിരോധ നിലപാടല്ല സ്വീകരിച്ചത്, മറിച്ച് ആക്രമണമുണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകും എന്ന പ്രഖ്യാപനമാണ് ടെഹ്റാൻ നടത്തിയത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്നും സമ്മർദ്ദത്തിലൂടെ ഇറാനെ മുട്ടുകുത്തിക്കാൻ കഴിയില്ല എന്നും വ്യക്തമാക്കി. ഇറാന്റെ ഔദ്യോഗിക പ്രതികരണങ്ങളിലും സൈനിക നേതൃത്വത്തിൻ്റെ പ്രസ്താവനകളിലും ആവർത്തിച്ച സന്ദേശം ഒന്ന് മാത്രമായിരുന്നു: ആക്രമണമുണ്ടായാൽ തിരിച്ചടി അനിവാര്യമായിരിക്കും, അമേരിക്ക അത് മുൻകൂട്ടി കാണണം എന്ന്. മേഖലയിൽ ഇനിയുണ്ടാകുന്ന ഏതൊരു സൈനിക നടപടിയും ആഴത്തിലുള്ള തിരിച്ചടിക്ക് കാരണമാകും എന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും വിശദീകരിച്ചു. തങ്ങളുടെ ദേശീയ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും സുരക്ഷയും സംരക്ഷിക്കാൻ ഇറാൻ പൂർണ്ണമായും സജ്ജമാണെന്ന് പ്രഖ്യാപിച്ചു. രാജ്യത്തിനെതിരായ സൈനിക ആക്രമണത്തിന് ഏത് ഘട്ടത്തിലും മറുപടി കൃത്യമായി നൽകുമെന്ന് അരാക്ചി പറഞ്ഞു. ഇത് വെറും രാഷ്ട്രീയ പ്രഖ്യാപനമോ ഭീഷണിയോ അല്ലായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ സംഭവങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ ഇറാൻ എങ്ങനെ അതിജീവിച്ച് കയറി എന്ന സംഭവങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ നടത്താനുള്ള ശേഷിയും മേഖലയിൽ സ്വാധീനവുമുള്ള സായുധ സഖ്യങ്ങളിലൂടെ പ്രതികരിക്കാനുള്ള കഴിവ് ആർജിച്ചെടുത്തു എന്ന് അമേരിക്കയ്ക്ക് തന്നെ ബോധ്യപ്പെട്ടതാണ്. അമേരിക്കയും ഇസ്രായേലും നടത്തിവരുന്ന ശത്രുതാപരമായ നടപടികളോട് സഹകരിക്കരുത് എന്ന് മധ്യസ്ഥരോടും മറ്റ് പ്രാദേശിക രാജ്യങ്ങളോടും ഇറാൻ കഴിഞ്ഞ നാളുകളിൽ ഗൗരവപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങൾ കൂടുതൽ സംഘർഷം വഷളാക്കുമെന്നും നയതന്ത്ര ശ്രമങ്ങളെ തകർക്കും എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതിൻ്റെ തുടർച്ചയായിട്ട് ട്രംപിനെ ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ബോധത്തിലേക്ക് എത്തിക്കുകയും ഈ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം രൂപപ്പെടുത്തുകയും ചെയ്തു. ഇനി രണ്ടാമത്തേത് സൗദി അറേബ്യയുടെ നിർണായക ഇടപെടൽ. ഈ പ്രതിസന്ധിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകങ്ങളിൽ ഒന്നായി സൗദി അറേബ്യയുടെ നയതന്ത്ര ഇടപെടൽ. അമേരിക്കയുടെ പ്രധാന സഖ്യരാജ്യമാണ് സൗദി. ആ സൗദി തന്നെ യുദ്ധം വ്യാപിക്കരുത് എന്ന നിലപാടിലൂടെ അമേരിക്കയെ ഈ നിർണായക ഘട്ടത്തിൽ സമ്മർദ്ദത്തിലാക്കി. പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധമുണ്ടായാൽ ഏറ്റവും വലിയ ആഘാതം ഏറ്റുവാങ്ങേണ്ടത് എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളായ ഗൾഫ് മേഖലകളിലെ രാജ്യങ്ങളാണെന്ന ബോധ്യത്തിലാണ് സൗദി മുന്നോട്ട് പോയത്. യുദ്ധം ശക്തമായാൽ എണ്ണ ഉൽപ്പാദനം തടസ്സപ്പെടാം, ഹോർമൂസ് കടലിടുക്ക് സുരക്ഷാ ഭീഷണിയിൽ വീണ്ടും എത്താം, ആഗോള എണ്ണവില കുതിച്ചുയരാം, ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും കനത്ത രീതിയിൽ ബാധിക്കപ്പെട്ടേക്കാം. ഈ ആശങ്കകളാണ് അമേരിക്കയോട് സംയമനം പാലിക്കണമെന്ന ആവശ്യത്തിലേക്ക് സൗദിയെ എത്തിച്ചത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിനോട് നടത്തിയ ഫോൺ സംഭാഷണം നിർണായകമായി. ഇറാനെതിരായ ആക്രമണ പദ്ധതി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതായാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. സൈനിക നടപടിയെക്കുറിച്ച് കൂടുതൽ വ്യക്തത തേടിയ സൗദി നിലവിലെ സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ ട്രംപിനോട് അഭ്യർത്ഥിച്ചു അത്രേ. ഇറാനിലെ എണ്ണ കമ്പനികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നും ഇറാനെതിരായ ഓരോ ആക്രമണത്തിനും തിരിച്ചടി നേരിടേണ്ടി വരുന്നത് യുഎസിൻ്റെ സഖ്യകക്ഷികളായ സൗദിയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ആണ് എന്നും ഉള്ള കാര്യം സൗദി അമേരിക്കയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അത് ഗൾഫ് മേഖലയിലെ ഊർജ്ജ വിതരണ സംവിധാനങ്ങളെ തകർക്കും എന്ന് സൗദി ചൂണ്ടിക്കാണിച്ചു. മുഹമ്മദ് ബിൻ സൽമാന്റെ ഫോൺ സംഭാഷണത്തിന് മുമ്പ് സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുകൾ വന്നു.
മേഖലയിലെ സമാധാനം പ്രധാനമാണ് എന്ന് അദ്ദേഹം വാൻസിനെ അറിയിച്ചതായാണ് വാർത്തകൾ. സൗദിയെ കൂടാതെ ഖത്തർ, UAE, തുർക്കി, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും മധ്യസ്ഥ ശ്രമങ്ങളിൽ നേരത്തെ തന്നെ പങ്കാളികളാണ്. മാത്രമല്ല, അബ്ബാസ് അരാക്ചിയുടെ സൗദി വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും നിർണായകമായി. അരാക്ചി കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ വിലയിരുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേഖലയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ നടക്കുന്ന ഗൂഢാലോചനകളെക്കുറിച്ചും ആക്രമണാത്മകമായ നീക്കങ്ങൾ പ്രതിരോധിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചും അരാക്ചി വിശദീകരിച്ചതായാണ് റിപ്പോർട്ട്. മൂന്നാമത്തെ കാരണം യൂറോപ്പിന്റെ ആശങ്കയാണ്. അമേരിക്ക ആക്രമണം നടത്തിയാൽ എല്ലാ പാശ്ചാത്യ സഖ്യകക്ഷികളും അതിനെ പിന്തുണയ്ക്കും എന്നുറപ്പില്ലായിരുന്നു. പ്രത്യേകിച്ചും സ്പെയിനും ഫ്രാൻസും അടക്കമുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങൾ യുദ്ധം കൂടുതൽ വ്യാപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന നിലപാടിലാണ് പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങൾ. അവർ സമാധാന ചർച്ചകൾ തുടരണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ഇറാനെതിരെ നിലപാട് അവർക്കുണ്ടെങ്കിലും പുതിയ സാഹചര്യം US പലപ്പോഴും സമ്മർദ്ദ രൂപേണ യുദ്ധ സാഹചര്യത്തിലേക്ക് നയിക്കുന്നതാണ്. അതും നെതന്യാഹുവിൻ്റെയും ഇസ്രായേലിൻ്റെയും സമ്മർദ്ദം അതിൻ്റെ പിന്നിലുണ്ട് എന്നതും യൂറോപ്യൻ രാജ്യങ്ങളെ ചോദിപ്പിക്കുന്നു. ഇറാനെതിരെ വലിയ ആക്രമണം നടത്തിയാൽ അത് വെറും അമേരിക്ക ഇറാൻ ഏറ്റുമുട്ടലായി ഒതുങ്ങില്ല എന്നും പശ്ചിമേഷ്യ മുഴുവൻ ഉൾപ്പെടുന്ന ദീർഘകാല യുദ്ധമായി മാറാൻ സാധ്യതയുണ്ട് എന്നും യൂറോപ്യൻ രാജ്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇതും ട്രംപിനെ സമ്മർദ്ദത്തിലാക്കി. നാലാമത്തെ കാരണം അമേരിക്കക്ക് തിരിച്ചടിയാകുന്ന യുദ്ധം. ട്രംപ് ഭീഷണിപ്പെടുത്തിയതുപോലെ ആക്രമണം നടന്നിരുന്നു എങ്കിൽ അമേരിക്ക നേരിടേണ്ടി വന്നേക്കാവുന്ന വെല്ലുവിളികൾ ചെറുതല്ല. ഒന്നാമത്, ട്രംപ് തന്നെ പറയുന്നത് പോലെ ഇറാൻ അത്ര ദുർബല സാഹചര്യത്തിലല്ല. റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടെ അവർ നഷ്ടപ്പെട്ട ശേഷി തിരിച്ചുപിടിച്ച അതിൻ്റെ ലക്ഷണങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ അവരുടെ തിരിച്ചടികളിൽ നിന്നും വ്യക്തമായത്. അമേരിക്കക്ക് തന്നെ അത് കൃത്യമായി തെളിവ് സഹിതം ബോധ്യപ്പെട്ടതാണ്. ജോർദാനിലെ കൃത്യമായ സ്ഥലത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണത്തിൻ്റെ വിവരങ്ങളൊക്കെ US രഹസ്യാന്വേഷണ ഏജൻസി തന്നെ വിശകലനം ചെയ്ത് റിപ്പോർട്ടുകളായി അമേരിക്കയുടെ മുന്നിലുണ്ട്, വൈറ്റ് ഹൗസിൻ്റെ മുന്നിലുണ്ട്. ഇറാൻ ഇനിയും അതുപോലെ ആയിരിക്കില്ല പ്രതികരിക്കുക എന്നുള്ള ബോധ്യവും US-നുണ്ട്. ഇറാൻ നേരിട്ട് പ്രതികരിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ, ഗൾഫ് മേഖലയിലെ സഖ്യകക്ഷികളുടെ കേന്ദ്രങ്ങൾ, കടൽ മാർഗങ്ങളിലെ ഗതാഗതം, ഊർജ്ജ വിതരണം ഇതെല്ലാം US-നെ സംബന്ധിച്ച് വൻ സമ്മർദ്ദത്തിലേക്ക് നയിക്കപ്പെടും. ഇതോടെ എണ്ണവില ഉയരും, ആഗോള സമ്പദ് വ്യവസ്ഥ വീണ്ടും അനിശ്ചിതത്വത്തിലാവുകയും ചെയ്യും. അമേരിക്കയ്ക്കും അതിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഇതാണ് ട്രംപിനെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന കാരണം. ആഭ്യന്തരമായി അമേരിക്ക മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടേണ്ടി വരുന്നു. ഇതിനൊക്കെ ട്രംപും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അവിടെ വലിയ വില നൽകേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കും. അഞ്ചാമത്തെ കാരണം സമാധാന ചർച്ചകൾക്ക് രൂപപ്പെട്ട അവസരമാണ്. പ്രതിസന്ധി രൂക്ഷമായിരുന്നെങ്കിലും നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായും തകർന്നിരുന്നില്ല. മധ്യസ്ഥ രാജ്യങ്ങൾ സമാധാന ചർച്ചകൾ തുടരാൻ ശ്രമിച്ചിരുന്നു. ഏത് ഘട്ടത്തിലും പുനരാരംഭിക്കാവുന്ന സാഹചര്യമാണ് സമാധാന ചർച്ചകളുടെ കാര്യത്തിലുണ്ടായത്. അതാണ് ലോകത്തിന് ഏറ്റവും വലിയ ആശ്വാസവുമായത്. ഉടൻ സൈനിക നടപടി സ്വീകരിച്ചാൽ ആ ചർച്ചകൾ അവസാനിക്കുകയും വീണ്ടും നയതന്ത്രത്തിലേക്ക് മടക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും എന്ന് US-നും ബോധ്യമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് സൈനിക ആക്രമണത്തിന് പകരം നയതന്ത്രത്തിന് ഒരു അവസരം എന്ന സമീപനം വാഷിംഗ്ടൺ സ്വീകരിച്ചത്. പിന്നീട് ട്രംപ് പറഞ്ഞത് പല രാജ്യങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് അമേരിക്ക ആക്രമണം മാറ്റിവെച്ചത് എന്നായിരുന്നല്ലോ. എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യം നമ്മൾ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഇറാനുമായുള്ള ചർച്ചയുടെ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നും എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയാം എന്നുമാണ്. അങ്ങനെ ധാരണയിൽ എത്താനാണ് തനിക്ക് താല്പര്യം എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സൗദി അറേബ്യ, UAE, ഖത്തർ, ഇറാൻ എന്നിവയുടെ നയതന്ത്ര ഇടപെടലാണ് വെള്ളിയാഴ്ച നടത്താൻ പദ്ധതിയിട്ടിരുന്ന വിപുലമായ ആക്രമണം അവസാന നിമിഷം നിർത്തിവെക്കാൻ കാരണമായതെന്നും ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലും ധാരണയുണ്ടാകും എന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു ട്രംപ്. ഇറാന്റെ ആണവ നിരായുധീകരണ വിഷയത്തിലും ഒത്തുതീർപ്പിലെത്താനാകുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോൾ തട്ടി നിൽക്കുന്നത് നിലവിൽ സമാധാന ചർച്ചകൾ. അതിനിടയിൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ പ്രാദേശിക മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ സജീവമായി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഒപ്പുവെച്ച ധാരണാപത്രം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. വെടിനിർത്തൽ ലംഘിക്കപ്പെട്ട് പിന്നീട് യുദ്ധത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം രൂപപ്പെടുകയായിരുന്നല്ലോ. ആ MOU പുനഃസ്ഥാപിക്കുക. എന്നാൽ ഉയരുന്ന ചോദ്യം വേറെയാണ്. ആക്രമണം നടത്താൻ യഥാർത്ഥത്തിൽ സാഹചര്യം അനുകൂലമായിരുന്നെങ്കിൽ വെറും അഭ്യർത്ഥനയുടെ പേരിൽ അമേരിക്ക പിന്മാറുമായിരുന്നു. അവരുടെ വിലയിരുത്തലിൽ ഇറാന്റെ തിരിച്ചടി ശേഷി, മേഖലയിൽ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യത, സഖ്യകക്ഷികളുടെ പൂർണ്ണ പിന്തുണയില്ലായ്മ, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്നിവ ചേർന്നാണ് അമേരിക്കയെ പുനർവിചിന്തനത്തിന് നിർബന്ധിതമാക്കിയത്. അതുകൊണ്ട് ട്രംപിന്റെ വിശദീകരണം ഒരു രാഷ്ട്രീയ വിശദീകരണമാണെന്നും യഥാർത്ഥ കാരണം യുദ്ധത്തിന്റെ ചെലവും അപകട സാധ്യതയും ഇറാന്റെ ഉറച്ച നിലപാടും തിരിച്ചു പിടിച്ച അവരുടെ ആയുധ ശേഷിയും ശക്തിയും തന്നെയാണ് എന്നത് വ്യക്തമാണ്. തെരഞ്ഞെടുപ്പും ആഭ്യന്തര രാഷ്ട്രീയവും ഒടുക്കം അമേരിക്കയിലെ ട്രംപിന്റെ നിലനിൽപ്പും ഒക്കെ നിർണായകമായ ഘടകമായി മാറി ഈ സമാധാന
സമാധാന ചർച്ചകളിലേക്കുള്ള പോയിന്റിൽ. പുതിയ യുദ്ധം ആരംഭിച്ചാൽ പ്രതിരോധ ചെലവ് വർദ്ധിക്കുന്നതും അമേരിക്കയിൽ ഉണ്ടാക്കുന്ന വിലക്കയറ്റവും ഇന്ധന വിലയും പൊതുജനങ്ങളുടെ വിരുദ്ധാഭിപ്രായം ഒക്കെ ട്രംപിനെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലടക്കം വൻ ഗർത്തത്തിലേക്ക് തള്ളിവിടും എന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് അമേരിക്കൻ നിലനിൽപ്പ്, തൻ്റെ രാജ്യത്തിൻ്റെയും രാജ്യത്തിനകത്ത് തൻ്റെയും നിലനിൽപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ട്രംപിൻ്റെ തീരുമാനം എന്നാണ് വിലയിരുത്തൽ. ഇറാനെതിരെ കടുത്ത സൈനിക ആക്രമണം നടത്തുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനമൊടുവിൽ നയതന്ത്രത്തിന് വഴിമാറി എന്നത് ആശ്വാസകരമാണ്. ഔദ്യോഗികമായി അദ്ദേഹം എന്തു പറഞ്ഞാലും, ഏതൊക്കെ ബഡായികൾ പതിവ് പോലെ ആവർത്തിച്ച് പറഞ്ഞാലും, ലോക രാജ്യങ്ങൾക്ക്, ലോകത്തെ മനുഷ്യർക്ക് മുന്നിൽ ഇതൊരു സമാധാനത്തിനുള്ള അടുത്ത ഘട്ടത്തിലേക്കുള്ള ചർച്ചയ്ക്ക് വഴിമാറി എന്നത് വലിയ ആശ്വാസമാണ്. ചുരുക്കത്തിൽ യുദ്ധം ആരംഭിക്കുന്നത് എളുപ്പമായിരുന്നെങ്കിലും അതെവിടെ അവസാനിക്കും എന്നത് അമേരിക്കയ്ക്ക് പോലും ട്രംപിന് പോലും പ്രവചിക്കാനാവാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷത്തിൻ്റെ ഒടുവിൽ അമേരിക്കയിൽ നിന്നുണ്ടായ ഈ തീരുമാനം ട്രംപിൽ നിന്ന് സമാധാന ചർച്ചകൾക്ക് ഉള്ള സൂചനകൾ, MOU പുനഃസ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലുള്ള പ്രഖ്യാപനങ്ങൾ ലോകം മുഴുവൻ ആശ്വാസത്തോടെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ തുടർ നടപടികൾക്കായി ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.